Hello, hi, welcome you all to yet another video of Flex Vlogs. ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ്. എൻ്റെ മോൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്ത ദിവസം എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേന്ന് അവസ്ഥയില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ടോ? അത് എനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അടുത്ത ദിവസം എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ ആൻസൈറ്റി ചെയ്യുക, അയ്യോ രാവിലെ എണീക്കണ്ടേ പോവണ്ടേ, അങ്ങനത്തെ കുറെ എന്തൊക്കെയോ ചിന്തകൾ കൊണ്ടും. പിന്നെ ആലപ്പുഴയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എനിക്ക് വെക്കേഷൻ ഹോമാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കെട്ടിയോന്റെ വീട് ഭീകരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ നേരെ തിരിച്ചു. എനിക്ക് വെക്കേഷൻ ഹോമാണ് ഭയങ്കര രസമാണ്. ഭയങ്കര ഫസ്റ്റാണ് അവിടെ. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ള ആൻസൈറ്റി കാരണമായിരിക്കും തോന്നുന്നു എനിക്ക് ഉറക്കം കിട്ടിയില്ല ഇന്നലെ. ഞാൻ ആകെ ബാലി ഒരു 3-4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ട്. ഇവിടെ വന്നിട്ടൊരു ചായ കുടിച്ചു. പിന്നെ ഏട്ടന് ഇഷ്ടമല്ല ഇവിടുത്തെ ചായ. റെയിൽവേ സ്റ്റേഷനിലെ ചായ എന്തോ ആണെന്നാ വിചാരം. അപ്പം എന്തായാലും വീട്ടിലെത്ര ആവില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങളെ ട്രെയിൻ ലേറ്റ് ആണ്. ശരിക്കും 8:45 വരുന്ന ട്രെയിനാണ്. ഇന്ത്യൻ റെയിൽവേക്ക് പിന്നെ പങ്ക്ച്വാലിറ്റി ഭയങ്കര പക്ക ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ നമുക്ക് ബാക്കി അവിടെ നിന്ന് കാണാം. ബൈ. കാത്തിരുന്ന് ട്രെയിൻ വന്നു. അപ്പൊ ഞങ്ങൾ കേറി. അപ്പം ഏട്ടന്റെ സീറ്റ് മുകളിലാണ്. പക്ഷെ അവിടെ ഏതോ ഒരു ചേട്ടൻ കയറി കടന്നത് കൊണ്ട് ഞങ്ങൾ താഴെ ഇരിക്കുന്നു. അപ്പൊ ശരി, ട്രെയിനൊക്കെ കയറി. ഇനി അവിടെ എത്തിയിട്ട് ഫ്രഷ് ആയിട്ട് കാണാം. ബൈ. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഒരു എൻഡ് ഇട്ടുണ്ടായിരുന്നു. എന്ത്, നമ്മള് ഒരു സ്ഥലം വരെ പോവും, നിങ്ങൾക്ക് കാണിച്ചു തരും. വേറെ കൂടെ അല്ല, ആലപ്പുഴയ്ക്കാണ്. അങ്ങനെ ഇത് കണ്ടോ, ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ഞാനും കൂടെ കൂടാ പറഞ്ഞു. പക്ഷെ ഇവളാണ് രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന്റെ നാത്തൂനല്ലേ? നാത്തൂനാണ്. വേറൊരു നാത്തൂനും കൂടെ ഉണ്ട്, അതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാരും കൂടെ ഞങ്ങള് ഒരു ട്രിപ്പ് പോലെ പോവാണ്. ഇനി വെറുതെ ആലപ്പുഴ കറങ്ങ് മാത്രമല്ല, ഓണം പെർച്ചേസും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല കളക്ഷൻസ് കണ്ട അതും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കൂടെ നമ്മളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ഗൈസ് നോക്കൂ, ക്ഷണിച്ചിരുന്നു പക്ഷെ ഇന്ന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരില്ലാന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എല്ലാം മാറ്റി മറിച്ച് ചെക്കൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെതാ അടുത്ത നാട്ട്. എവിടെ 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 കുഞ്ഞിപ്പെണ്ണെ? ഹായ്. അപ്പൊ ഞങ്ങള് ആലപ്പുഴയ്ക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് 12 മണിയായിട്ടാണ് ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ബാക്കി നമുക്ക് വിശേഷങ്ങൾ അവിടെ വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു 1:30 ആയപ്പോൾ ഞങ്ങൾ ആലപ്പുഴയെത്തി SM സിൽസിലാണ് കയറിയത്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓണം കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കളക്ഷനൊന്നും എത്തിയിട്ടില്ല. കാരണം ഇനിയും ഉണ്ടല്ലോ 1.5 മാസം ഇനിയും ഉണ്ടല്ലോ ഓണത്തിന്. അപ്പോൾ ഓണത്തിന് വേണ്ടി പുതിയ ഐറ്റംസ് ഒന്നും എത്താത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് കുറച്ച് കൊടുക്കാനുള്ളതുമായിട്ട് കുറച്ച് ഡ്രസ്സ് ഞങ്ങൾ എടുത്തു. ഞങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പർച്ചേസ് കോഴിക്കോട് നിന്ന് കഴിഞ്ഞു. ജയലക്ഷ്മിന്നും പിന്നെ മിഠായി തെരുവിലുള്ള നല്ല നല്ല കുറച്ച് സ്റ്റോഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓട്ടയുള്ളത് ഹക്കോബയാണ്. എനിക്കറിയില്ല ഇവിടെ എന്ത് തുണിയാണെന്ന് പറയാം. എന്തെടുക്കാത്ത
അപ്പൊ ഞാൻ ഇതെടുത്തു കേട്ടോ ഗൈസ്, നമുക്ക് അവിട്ടത്തിന്റെ അന്ന് ഇടാം ഇത്. അപ്പം ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സിനെ കുറിച്ചൊരു നോളജ് ഇല്ല, അതുകൊണ്ടാട്ടോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഇടുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അറിവില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നല്ല അല്ലേ പാൻസ്, അധികം വെയിറ്റ് ഒന്നുമില്ല അല്ലേ. അപ്പം ഇത് നമ്മുടെ ആലപ്പുഴയില് കറക്റ്റ് പറഞ്ഞത് എനിക്ക് അറിയില്ല, നമ്മുടെ ഭീമയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ്. 1 kg 799 എന്നാണ് ഇതിന്റെ ബോർഡ് കാണാൻ നിങ്ങൾക്ക്. ഭീമയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്റെ സ്ഥലത്തിന്റെ പേര് മുല്ലക്കൽ. ഞാൻ ഈ നാട്ടുകാരി അല്ലാത്തതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല, നാട്ടുകാരൻ അദ്ദേഹമാണല്ലോ, അപ്പൊ അതുകൊണ്ട്. അപ്പം 799 ആണ് 1 kg പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഡ്രസ്സൊക്കെ. ഞാനിപ്പോ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു. ഞാൻ ട്രൗസേഴ്സ് ആണ് അധികം എടുത്തത്. എനിക്ക് നല്ല ബിഗ് സൈസ് ആയതുകൊണ്ട് അങ്ങനെ സൈസ് ഒട്ടും കിട്ടാറില്ല. പക്ഷെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ വഴി വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നോക്കും. നല്ല റേറ്റ് ആണ്. നമ്മൾ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് തരും. അപ്പം ഞങ്ങൾ ഇപ്പം ഏട്ടൻ്റെ അനിയത്തിക്കും എനിക്കും എല്ലാവർക്കും കൂടെ ആയിട്ടാണ് എടുത്തത്. അപ്പം എത്ര നമുക്ക് വന്ന 1000 സംതിങ് ഞങ്ങൾക്ക് വന്നു. അത് റൗണ്ടാക്കി 1000 ആക്കിയിട്ടാണ് കൊടുത്തത്. പക്ഷെ എത്ര പീസ് വന്നു, നമ്മൾ എത്ര പീസ്, 2 3 4 5 6 7 8 പീസിന് ആണ് 1000. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 8 പാൻസും 3 ടീഷർട്ട്, ബാക്കി പാൻസും ട്രൗസേഴ്സും ആണ് എടുത്തത്. അതിന് എവിടെയെങ്കിലും നമുക്ക് 1000 രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ. കോഴിക്കോട് ഞാൻ കുറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കളക്ഷൻസിന്റെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ആലപ്പുഴയിൽ ഇവിടെ വന്നു, നല്ലതാണ്, അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും വന്ന് നോക്കൂ കേട്ടോ. അതുമാതിരി ഇവിടെ കിഡ്സിന്റെ ഉണ്ട് കേട്ടോ, കിഡ്സിന്റെ ഉണ്ട് എല്ലാം. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ ചേട്ടാ? സ്വന്തം ഫാക്ടറിയാ? എവിടെയാ? തിരുപ്പൂർ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നല്ല പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാരും മറക്കണ്ട, നമ്മളെ ഭീമേന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ഭീമ ഒന്ന് കാണിച്ചെടുത്തേട്ടാ. ഓട്ടോ വരുന്നു. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് മതി, ബാക്കോട്ട് വേണ്ട. അപ്പം ഈ ഞങ്ങള് കുട്ടനാട് നിന്നാണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം, കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ബൈ, അടുത്ത ക്ലിപ്പിൽ കാണാം. നല്ല പോണേ. നെടുമുടി ഗ്രാമപഞ്ചായത്ത്, ആറ്റുമുഖം കള്ളുഷാപ്പ്. അത് അവിടെ ഇരിക്കുന്നു. എവിടെ? നെടുമുടി അല്ലേ. ഞങ്ങളെ പേർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പം നല്ല വിശക്കണുണ്ട്, വയറ്റിനുള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളൊരു കള്ളുഷാപ്പ്, ആലപ്പുഴ വന്നിട്ട് കള്ളുഷാപ്പ് കയറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു കള്ളുഷാപ്പ് കയറാൻ വിചാരിച്ചു. അപ്പൊ ഇത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ട് എന്തായാലും ട്രൈ ചെയ്യട്ടെ. കുറച്ച് ഫുഡേ പറഞ്ഞുള്ളൂ. ആണല്ലേ. പക്ഷെ ഞാൻ ഷാപ്പിൽ പോവാത്തോണ്ട് അങ്ങനെ കേൾവിയില്ല. എന്തായാലും ഇനി പിന്നെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ പോകണം, അതിന്റെ വലിയൊരു ആഗ്രഹം. ആദ്യം മുതൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്യാഷ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പോവില്ലായിരുന്നു. ഇനി എന്തായാലും വേണ്ടില്ല, ഇനി ഒരു ദിവസം എന്തായാലും എല്ലാരെയും കൊണ്ട്, എനിക്ക് ഇങ്ങനെ ഞാനും ഏട്ടനും മാത്രമായിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എല്ലാവരും ആയിട്ട് നല്ല രസം വൈബടിച്ചിട്ട് പോണം. എന്താ? അങ്ങനെയല്ല, രണ്ടാളും കൂടെ വൈബില്ലാന്നല്ല. ഫുഡ് വന്നാ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കസിൻസിനെ ഏൽപ്പിച്ചു തന്ന. ഞങ്ങൾ തമ്മിലുള്ള വൈബ് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇങ്ങനെ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു അടിപൊളിയല്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി ഷാപ്പിലെ ഫുഡ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അയിലമത്തി ചൂരകാരി കണവകളമേ കോരികരിമേ വറ്റവാരപുരാൽ ചെറുകായ്ക്കൂറ നെത്തോലി എന്നും പറഞ്ഞ് എല്ലാ മീനും ഉണ്ട് മോനെ. കേരറിൻ്റെ തല, പിന്നെ വരാല്, പിന്നെ കാരി, അങ്ങനെ ചെമ്പല്ലി. എന്താ എനിക്ക് പറയാൻ വയ്യ, വായിലൂടെ അങ്ങനെ കപ്പൽ ഓടുന്നു മോനെ. കടപ്പുണ്ടാ ഡക്കോസ്റ്റ്. എനിക്ക് വയ്യ.
ഞാൻ തന്നെ നുണയ്ക്കുന്ന ഒരു സാധനം ഇപ്പോൾ വരും. ഞാൻ വെള്ളം ഇങ്ങനെ ഓട്ടിക്കണ്ട കണ്ട. പിന്നെ ഇത് ബീഫ് സെക്ഷനാണ്. ബീഫ് റോസ്റ്റ്, ബീഫ് ഒലത്തിയത്, കൂന്തൾ, പോത്തുപാറ, ചെമ്പല്ലി, അങ്ങനെ എല്ലാം ഇങ്ങനെ പൊരിച്ച് കിടക്കുന്നത്. ഞണ്ട് റോസ്റ്റ്. ഇനി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ബാക്കി നമുക്ക് ഫുഡ് കാണാം. ഓക്കേ. അതെ, മൈക്കിൻ്റെ അടുത്തല്ലേ, അപ്പൊ ഞങ്ങളുടെ ഫുഡ് ഇരിക്കാണ്. അത് മനോജ് ചേട്ടൻ കൊണ്ടു തന്നിരിക്കുന്നു. ഡക്ക് റോസ്റ്റ്. എന്തായിരുന്നേട്ടാ? ആ, പോത്ത്. ക്രാബ്, ബീഫ് റോസ്റ്റ്, അപ്പം. ഓക്കെ. വായില് വെള്ളം വരണം. എല്ലാരും അങ്ങോട്ട് ഇരിക്കങ്ങട്. അതെ, അടിച്ചു കേറി വാ. അതിനൊരു പൂജ കണ്ടോ സൈഡിൽ? ഇതെങ്ങനെ വെച്ചാലും പുറത്തു. അപ്പൊ ഇതാ നല്ല അടിപൊളി ഞണ്ട്. അതെ, ആ ചോറും കൂടെ എടുത്തു. അല്ലെങ്കിൽ എന്താ വെച്ചാ പിന്നെ ഇതൊക്കെ കഴിയുമ്പോ അത് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ ഗ്ലാസ് ആണ് വേണ്ടേ? എന്തിനാ അതേ ഗ്ലാസ് തന്നെ? അങ്ങനെ ഞാൻ വിചാരിച്ചു വെള്ളം കുടിക്കാം. അപ്പം പറഞ്ഞു വന്നത്, ഇത് ഡക്ക് റോസ്റ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പിന്നെതാ കുഴപ്പമില്ല, ഡക്ക് റോസ്റ്റ് അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ കുഴപ്പമില്ല. എന്നാലും രസമുണ്ട്. മധുരക്കല്ല് എന്ന് പറഞ്ഞാലും ചെറിയ രീതിക്ക് എനിക്ക് എവിടെയോ പിടിക്കുന്നത്. അത് എന്റെ പ്രശ്നം കൊണ്ടാണോ അതിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇത് നെഗറ്റീവ് റിവ്യൂ ഒന്നും ആയിട്ട് എടുക്കണ്ട കേട്ടോ ആരും. എല്ലാം കൊള്ളാം, അടിപൊളിയാണ്, കഴിക്കാനൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം അങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് സ്പോട്ട് തപ്പി ഞങ്ങൾ പോട്ടെ. തീരുമാനിച്ചില്ലേ എങ്ങോട്ടാ പോണേന്ന്. പക്ഷെ നല്ല തലക്ക് പിടിക്കുന്നുണ്ട്. എന്താണ് വെച്ചേക്കണേ? ആ, നീ എങ്ങോട്ടാ? കഴിഞ്ഞല്ലേ? കണ്ടോ എല്ലാവരും ഷൂട്ട് ചെയ്യാനുള്ള തത്രപ്പാട്. അപ്പം ഞങ്ങളുടെ ഒരു രസകരമായ നിമിഷം അനിയൻ ഒപ്പിയെടുത്തതാണിത്, എല്ലാവരും കാണുന്നത്. ഇത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എടുത്തു വന്നപ്പോൾ ഇങ്ങനെ. അടുത്ത സ്പോട്ട് കായലാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇതിൽ പോവാം, ബോട്ടിൽ പോവാൻ പോവാണ്. സ്പീഡ് ബോട്ടിൽ വിചാരിച്ചു, പക്ഷെ ഒരാൾക്ക് 200 രൂപ. അപ്പൊ നമ്മൾ ഇതാണ് നമുക്ക് ലാഭം. അപ്പൊ നമുക്ക് ഇതിൽ പോവാം. ഓക്കേ. അയ്യപ്പൻ ഇറങ്ങിയപ്പം വല്ലാത്ത കുലുക്കമാണല്ലോ. മഞ്ചാടി വീണൽ. എന്റെ പേരെന്തുവാ? ഉറക്കം വരുന്നു ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഒന്നില്ലെങ്കിൽ കാറ്റ് കൊള്ളാലോ. ആ, അപ്പൊ ഇതിന്റെ വേണ്ട, ഡോർ തുറക്കണ്ടേ? തുറക്കണ്ടേ? ആ, ഉണ്ടോ? വേണ്ട, എന്തേ വന്ന് തടഞ്ഞേക്ക് വീഴോ? വേണ്ട, തുറക്കണ്ട പറഞ്ഞ. നീ അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് തുറന്നു. ഞാൻ വീണ കഴിഞ്ഞാൽ ഒക്കെ മരിക്കുവോ? അതില് ഇത് വീണാ മരിക്കുവോ? അതല്ല, വീണ കഴിഞ്ഞാൽ മരിക്കും. നീന്താറിയുന്ന ആൾ ആ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്കിളെ, നീന്തറിയുന്ന ആൾ ഇത് വീണാ മരിച്ചു പോവോ? ഒരു കുഴപ്പമില്ലല്ലോ.
കുളത്തിൽ നീന്തിയ കാര്യം പറയുന്നത് 4 മീറ്റർ അകലമുള്ള കുളത്തിൽ നീന്തിയ കാര്യം പറയുന്നത് കേട്ടോ. അത് വരെ വരും. ഞാൻ നീന്തലുണ്ട് ഇപ്പോ. അടിയൊക്കെ ഉണ്ടാവൂലേ? ഹലോ, നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണിച്ചു. കൈനഗിരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നല്ല ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. കളിക്കില്ലേ അത് അവരുടെ എന്തൊക്കെ ഇളകുന്നു. ദുഷ്ടൻ. സ്പീഡ് ബോട്ടാണോ അത്? അല്ലല്ലോ, അത് നമ്മൾ വന്ന ബോട്ടല്ലേ. അപ്പൊ നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. കമോൺ ഗൈസ്, നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. കമോൺ. എന്താ കുട്ടു കുതുക്കനെ പോലല്ലേ കാണേ? നോക്കട്ടെ. അതിനെ കാണേ. ബാ, എനിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം എന്താ സ്കീ മതി. നല്ല അടിപൊളി ഉപ്പിലിട്ടതും പിന്നെ ഐസ്ക്രീമും നല്ല മാങ്ങയും ആ മുളകിന്റെ പൊടി ആ സാധനമൊക്കെ ഇട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഇനി എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി വീട്ടിലേക്ക് പോട്ടെ. അപ്പം ബൈ. അപ്പോൾ അങ്ങനെ എല്ലാം പാക്കപ്പ് ചെയ്തപ്പോഴാണ് പെട്ടെന്നൊരു സംഭവം ഞങ്ങളുടെ കണ്ണുപെട്ടത്. അതുകൊണ്ട് എൻ്റെ വോയിസ് ഒന്നും എടുത്തില്ല. കിട്ടിയ സംഭവം വേഗം വിഷ്വലിൽ പകർത്തി. കണ്ടോ? അപ്പോൾ കരുവച്ച ശ്രീ വിനായകൻ ചുണ്ടനാണിത്. അപ്പം ഓഗസ്റ്റിൽ 2ാമത്തെ ശനിയാഴ്ച വരാൻ പോകുന്ന വള്ളംകളിയുടെ മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ചുണ്ടൻ വെള്ളം ഇത്ര അടുത്ത് നിന്നിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പം നിങ്ങൾക്ക് ആര് കൊണ്ടുപോകുന്നതാണ് കപ്പ ആര് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു? നിങ്ങളുടെ ഫേവറേറ്റ് ചുണ്ടൻ വെള്ളം ഏത്? ആലപ്പുഴക്കാരൊക്കെ എന്തിയേ കമൻറ്റിൽ പോന്നോട്ടെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, ബൈ.